ഈ യുഗം കലിയുഗം ഇവിടെയെല്ലാം പൊയ്മുഖം. ഈ യുഗം കലിയുഗം. ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ളൊരു പാട്ടാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാഴ്വേ മായം എന്ന ചിത്രത്തിലാണ്. ഗാനരചന വയലാർ, സംഗീത സംവിധാനം ദേവരാജൻ. പാടിയത് യേശുദാസാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഈ പാട്ട് ഇപ്പോൾ ഓർക്കാൻ കാര്യമെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന പ്രൗഢഗംഭീരമായ ഒരു പരിപാടിയുടെ റിപ്പോർട്ട് പത്രത്തിൽ വായിച്ചതുകൊണ്ടാണ്. ബഹ്റിൻ രാജാവിൻ്റെ പരമോന്നത പുരസ്കാരത്തിന് അർഹനായി തീർന്ന നമുക്കേവർക്കും പ്രിയങ്കരനായ രവിപ്പിള്ള മുതലാളിക്ക് തിരുവനന്തപുരത്ത് അതിഗംഭീരമായ പൗരസ്വീകരണം നൽകപ്പെട്ടു. ആ സ്വീകരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അഖില കേരള ചക്രവർത്തിയുമായ സഖാവ് പിണറായി വിജയൻ പ്രധാന പങ്ക് വഹിച്ചു. പിന്നെ മുൻ പ്രതിപക്ഷ നേതാവ്, ഭാവി മുഖ്യമന്ത്രിയുമായ രമേശ് ചെന്നിത്തല പങ്കെടുത്തു. പിന്നെ ഗോവ ഗവർണറും BJPയുടെ പരമോന്നത നേതാവുമായ PS ശ്രീധരൻപിള്ള ഉണ്ടായിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിലെ ഗർജിക്കുന്ന സിംഹം എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന സഖാവ് NK പ്രേമേന്ദ്രൻ ഉണ്ടായിരുന്നു. പിന്നെ വിവിധ മതമേലധ്യക്ഷന്മാരും സമുദായ സംഘടനാ നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. സുകുമാരൻ നായർ പോയോന്ന് എനിക്കറിയില്ല, പോയി കാണാൻ സാധ്യതയില്ല. ബാക്കി മിക്കവരും തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ എല്ലാവരുടെയും പേരുവിവരം വായിച്ചില്ല. ഇവരെല്ലാവരും രവി മുതലാളി രാജ്യത്തിൻ്റെ ഐശ്വര്യമാണെന്നും ഇദ്ദേഹത്തെ പോലൊരു മഹാൻ കേരള സംസ്ഥാനത്ത് ജനിച്ചത് നമ്മൾ ഓരോരുത്തരുടെയും ഭാഗ്യമാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചു. പിന്നെ അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏതാണ്ട് ഒരു ഭാഗം സാധുക്കൾക്ക് വേണ്ടി, നിർധനർക്ക് വേണ്ടി, നിസ്വർക്ക് വേണ്ടി, നിരാശ്രയരായ ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന വാർത്ത അവിടെ പ്രഖ്യാപിച്ചു. കാതറപ്പിക്കുന്ന കരഘോഷവും ഉണ്ടായി. ഈ പറയാൻ വന്ന കാര്യമല്ല. ഈ മുതലാളിയുടെ ആത്മകഥ ഉടനെ പുറത്തു വരും. ഇപ്പോൾ എല്ലാവരും ആത്മകഥ എഴുതുന്ന കാലമാണ്. റിട്ടയർ ചെയ്ത ജഡ്ജിമാർ ആത്മകഥ എഴുതുന്നു, കള്ളന്മാർ ആത്മകഥ എഴുതുന്നു, പിന്നെ ലൈംഗിക തൊഴിലാളികൾ ആത്മകഥ എഴുതുന്നു, റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആത്മകഥ എഴുതുന്നു. അങ്ങനെ ആത്മകഥക്കാരുടെ പേരളിയാണ്. ഈ അടുത്ത കാലത്ത് ഒരു വക്കീലിൻ്റെ ആത്മകഥ ഒരു വാരികയിൽ വായിക്കാനിടയിൽ. അപ്പോൾ വക്കീലന്മാർ വരെ ആത്മകഥ എഴുതുന്ന കാലമാണ്. മുതലാളിമാരായിട്ട് ആത്മകഥ എഴുതാതിരിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് രവി മുതലാളിയെ പോലൊരാൾ ആത്മകഥ എഴുതിയില്ലെങ്കിൽ അത് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും തന്നെ വലിയൊരു തീരാ നഷ്ടമായിരിക്കും. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ ആത്മകഥ വരുന്നത്, ആത്മകഥയുടെ ടൈറ്റിൽ രവിയുഗം എന്നാണ്. അതാണ് ഞാൻ കലിയുഗം എന്നത് പെട്ടെന്ന് ഓർത്തത്. ഇത് കലിയുഗമാണെന്നാണ് വയലാർ പറഞ്ഞത്. നമ്മളൊക്കെ പാടി പഠിച്ചത് അങ്ങനെയാണ്. പക്ഷേ ഈ യുഗം രവിയുഗമാണ്. ഈ രവിപ്പിള്ള എന്ന് പറഞ്ഞൊരു സാധാരണക്കാരൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വളർന്ന് വലുതായി ഗൾഫിൽ പോയി ധാരാളം പണം സമ്പാദിച്ച് ബഹ്റിൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി വരെ നേടി. പ്രവാസി മറ്റേ ഗവൺമെൻറ്റിൻ്റെ പ്രവാസികൾക്കുള്ള അവാർഡ് നേടി. പിന്നെ പത്മശ്രീ നേടി. അങ്ങനെ 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 പടർന്ന് പന്തലിച്ച് ഒരു മഹാവൃക്ഷമായി തീർന്നിരിക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മുടെ പ്രിയങ്കരനായ നടൻ മോഹൻലാലും പങ്കെടുത്തു. മമ്മൂട്ടിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്, അല്ലേ അദ്ദേഹം പങ്കെടുത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ രവിയുഗം ആയിട്ടില്ല, രവിയുഗം എഴുതി തുടങ്ങിയിട്ടുള്ളൂ, അല്ല എഴുതാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൻ്റെ കവർ, ഏത് പുസ്തകമല്ല, പുസ്തകത്തിൻ്റെ കവർ ഈ വേദിയിൽ വെച്ച് പ്രകാശിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണത് പ്രകാശിപ്പിച്ചത്. ഇത് ഏറ്റുവാങ്ങിയത് ഗോവ ഗവർണറാണ്. അങ്ങനെ കവർ മുഖ്യമന്ത്രിയെ കൊണ്ട് പ്രകാശിപ്പിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ പുസ്തകമായിട്ട് വരുമ്പോൾ ആരായിരിക്കും പ്രകാശിപ്പിക്കാൻ ഞാൻ ആലോചിച്ചു. മിക്കവാറും രാഷ്ട്രപതി ആയിരിക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കും. ഏറ്റുവാങ്ങുന്നത് UN സെക്രട്ടറി ജനറൽ ആയിരിക്കും. അതിൽ കുറഞ്ഞൊരാളെ കൊണ്ട് രവി മുതലാളി ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ചെയ്യിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും ആ പുസ്തകത്തിന് എല്ലാ ഭാവങ്ങളും ആശംസകളും നേരാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി ഓർത്ത്. ഈ രവി മുതലാളിയുടെ വലിയൊരു ഹോട്ടലുണ്ട് കൊല്ലത്ത്. തീരദേശ പരിപാലന നിയമമൊക്കെ ലംഘിച്ചുകൊണ്ട് പണിഞ്ഞു എന്നാണ് ശത്രുക്കൾ പറഞ്ഞത്. എന്തുവാട്ടെ, ഒരാൾ നന്നാവണമാണ് അസൂയക്കാർ ഒരുപാട് പേര്. ഇന്ത്യൻ പ്രസിഡന്റ് പണ്ട് അവിടെ വന്ന് താമസിച്ചത്. ഇന്ത്യൻ പ്രസിഡന്റ് സാധാരണ ഈ പ്രൈവറ്റ് ഹോട്ടലുകളിൽ താമസിക്കാറില്ല. അത് ഒബറോയുടെ ഹോട്ടലാണെങ്കിലും ടാറ്റയുടെ ഹോട്ടലാണെങ്കിലും ടാജാണെങ്കിലും താമസിക്കില്ല. പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് പ്രതിഭാ പാട്ടീലാണ് എങ്കിൽ പോലും അവർ ഈ രവിപ്പിള്ളയുടെ റാവിസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ താമസിച്ചു. അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിച്ചു. കൊല്ലത്തെ ഒരു എണ്ണപ്പെട്ട ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ദിവസം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതിൻ്റെ പരസ്യം വന്നപ്പോൾ അന്നത്തെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു MLA
കൊല്ലം ജില്ലക്കാരനായ ആലപ്പുഴ ജില്ലയെ പ്രതികരിച്ചിരുന്ന ഒരു MLA എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ രവിപ്പിള്ളയുടെ ഹോട്ടലിൻ്റെ പരസ്യം വന്നിട്ടുണ്ട് ഇന്നത്തെ മനോരമയിലും ഹിന്ദുവിലും. ഞാൻ നോക്കിയപ്പോൾ സംഗതി ജോറാണ്. ഉദ്ഘാടനം ഉമ്മൻചാണ്ടി, കേരള മുഖ്യമന്ത്രി. ഏത് ഉദ്ഘാടനമല്ല, ഹോട്ടലിൻ്റെ ഉദ്ഘാടനം ഷാരൂഖ് ഖാനാണ് നിർവഹിക്കുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. പിന്നെ ഓരോരുത്തരും അതുപോലെയുള്ള കാര്യങ്ങളാണ്. മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ ഈ നാട്ടിലുള്ള മുഴുവൻ സിനിമ നടന്മാരും ഉണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ട്. സത്യം പറഞ്ഞാൽ അത് വായിച്ചാൽ നമ്മളാകെ ചരഞ്ഞു പോകും. കാരണം ഇവർ ഓരോരുത്തരും ഓരോന്നിൻ്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗോൾഫ് കോഴ്സിൻ്റെ ഉദ്ഘാടനം മമ്മൂട്ടി, ബില്ലിയാർഡ്സ് ടേബിളിൻ്റെ ഉദ്ഘാടനം മോഹൻലാൽ. അങ്ങനെയാണ് ഉദ്ഘാടനത്തിൻ്റെ ഒരു പോക്ക്. ഇങ്ങനെ ഉദ്ഘാടിച്ച് ഇനി ഒന്നുമില്ല ഉദ്ഘാടിക്കാൻ എന്ന അവസ്ഥയിലെത്തിയിരിക്കുക. അത്രയും സമ്പന്നനാണ്, അത്ര സ്വാധീന ശക്തിയുള്ള ആളാണ് നമ്മുടെ മുതലാളി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ രവിയുഗം പുസ്തക രൂപത്തിൽ ഇറങ്ങുമ്പോൾ ആരായിരിക്കും ഇത് പ്രകാശിപ്പിക്കുക? ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ രാഷ്ട്രപതി, അതല്ലെങ്കിൽ സൗദി അറേബ്യയിലെ രാജാവ്, അതുമല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ്, മിക്കവാറും UN സെക്രട്ടറി ജനറൽ. ഏതായാലും രവിയുഗം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് വായിച്ചിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളെ. പുസ്തകം ഏറ്റവും പെട്ടെന്ന് പുറത്തു വരട്ടെ എന്നാണ് ഇത് കാണുന്ന ആയിരക്കണക്കിന് ആളുകളുടെ പോലെ എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രതീക്ഷ. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. മുതലാളി ഒട്ടും സമയം കളയരുത്. എഴുതാൻ സമയമില്ലെങ്കിൽ സാധാരണ ആൾക്കാർ ജയിക്കുന്ന പോലെ ആരെ കൊണ്ടെങ്കിലും കൂലിക്ക് വെച്ച് എഴുതിക്കും. ഏതായാലും ആ ഈടുറ്റ കൃതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് അലി മുതലാളിയും വൈകാതെ ഒരാത്മകഥ എഴുതണം, അല്ലെങ്കിൽ മലയാള ഭാഷയ്ക്ക്, മലയാള സാഹിത്യത്തിന്, ലോക സംസ്കാരത്തിന് തന്നെ വലിയ ഒരു തീരാ നഷ്ടമായി തീരും. അപ്പോൾ ഈ 2 ആത്മകഥകൾക്ക് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.